അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ ഇമാം ഹസനുൽ ബസരിയുടെ അടുക്കലേക്ക് മൂന്നാളുകൾ അവരുടെ വിഷമം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഒന്നാമത്തെ ആൾ പറഞ്ഞത്, നാട്ടിൽ വരൾച്ചയാണ്, മഴയൊന്നുമില്ല. രണ്ടാമത്തെ ആളുടെ വേദന, കല്യാണം കഴിച്ചു, ഇതുവരെ കുട്ടികളായിട്ടില്ല. മൂന്നാമത്തെ ആൾ വന്ന് പറയാണ്, വീട്ടിൽ പട്ടിണിയാണ്, പണിയൊന്നുമില്ല. ഇമാം ഹസനുൽ ബസരി ഈ മൂന്ന് പേരോടും പറയുന്നത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നതാണ്. ശിഷ്യന്മാർ വലിയ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഈ മൂന്നാളുകളോടും താങ്കൾ എന്തുകൊണ്ടാണ് ഇസ്തിഗ്ഫാറിന് പറഞ്ഞത്? ഇമാം ഹസനുൽ ബസരി പറയാണ്, സൂറത്തു നൂഹിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. യുർസിലിസ് സമാ അലൈക്കും മിദറാറ. അള്ളാഹു നിങ്ങൾക്ക് ധാരാളം മഴ തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീന. അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും, നിങ്ങൾക്ക് സമ്പത്ത് തരും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അള്ളാഹു നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരും. ഇസ്തിഗ്ഫാറിൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ സൂറത്തുൽ അംഫാലിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾ പറയുന്ന ശിക്ഷ നടപ്പിൽ വരുത്തൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഫഅംതിൻ അലൈന ഹിജാറത്തൻ മിനസ് സമാ ഔ ഇത്തിനാ ബിഅദാബിൻ അലീം. താങ്കൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ശിക്ഷ വരും എന്ന് പറയുന്നുണ്ടല്ലോ, എങ്കിൽ ആ ശിക്ഷ കൊണ്ടുവരൂ. ഖുർആൻ അതിന് പറയുന്ന മറുപടി, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവരിൽ കുറച്ചാളുകളെങ്കിലും ഇസ്തിഗ്ഫാറുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ അള്ളാഹു അവരെ ശിക്ഷിക്കില്ല എന്ന് ഖുർആൻ പറയാണ്. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ് എന്നാണ്. തെറ്റ് ചെയ്താൽ സ്വാഭാവികമായി നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്നാൽ നമ്മൾ നമസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതതിന് ശേഷം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക എന്ന വലിയൊരു നാട് പിടിച്ചടക്കിയതിന് ശേഷം സൂറത്തു നസ്ർ പറയാണ്, വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറയാൻ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നന്മയുണ്ടായാൽ, നേട്ടങ്ങളുണ്ടായാൽ, വിജയങ്ങളുണ്ടായാൽ, പാപങ്ങൾ വന്നുപോയാൽ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതേത് സന്ദർഭങ്ങളിലും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമേൽ അത് കൊണ്ടു നടക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.